ഇപ്പോൾ മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ തിരച്ചിലിന് നേതൃത്വം നൽകിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ സംസാരിക്കുകയാണ്. അതിലേക്ക് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ജനകീയ സെർച്ചാണ്. നാട്ടുകാർ മാക്സിമം ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ മുൻപ് പരിചയമുള്ള ആൾക്കാർ ഇപ്പോൾ ഇവിടെ ജോലി ചെയ്യുന്ന ഈ വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരാൾ ഇപ്പോൾ വന്നിട്ട് പറഞ്ഞു ഇവിടെ കിണറുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഭൂമിശാസ്ത്രമൊക്കെ അറിയാം. അപ്പം ആ സ്ഥലത്ത് ഇവിടുന്ന് 3 പേരെങ്ങാണ്ട് മിസ്സായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അവസാനം അതായത് ഇപ്പോൾ സെർച്ചിന്റെ ഒരു സ്ഥലം പോലും സംശയമുള്ള ഒരു സ്ഥലം വിട്ടുപോകാൻ പാടില്ല എന്നുള്ള ഉദ്ദേശം നമ്മൾ ആ കിണർ മാന്തി നോക്കി. അപ്പൊ കിണർ ഒരു 10-20 അടിയിൽ കുറവാണ് താഴ്ച. അപ്പം നമ്മളിപ്പോ കാണുന്നത് കിണർ മാന്തിയപ്പോൾ വെന്നടിഞ്ഞ മണ്ണ് മുഴുവൻ പുറത്തേക്ക് എടുത്തിട്ടു. ഇപ്പൊ കാണുന്നത് പുതിയ മണ്ണാണ്. അതിനർത്ഥം ആ സ്ഥലത്ത് ഇല്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മള് ആ ഇതിൽ നമ്മളിത് ഈ സെർച്ച് ഇവിടെ വേറെ സ്ഥലത്ത് നമ്മൾ കിണറിനുള്ളിലാണ് നമ്മൾ മുഴുവൻ മണ്ണ് മാന്തി പുറത്തിട്ടത്. ഓക്കെ. ഇപ്പം കിണർ ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളെടുത്ത് പുറത്തേക്ക് ഇടുന്നത് കിണറിന്റെ പുതിയ മണ്ണാണ്. പഴയ മണ്ണ് മുഴുവൻ എടുത്ത് പുറത്തേക്ക് മുഴുവൻ സ്ഥലത്ത് മുഴുവൻ. അതാണ് ഇതിന്റെ പ്രത്യേകത. കാരണം വെച്ചാൽ ഇപ്പൊ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഈ ഭൂമിശാസ്ത്രം അറിയുന്ന ആൾക്കാർ വന്നിട്ട് കാണിക്കുക. അവർക്ക് സംശയം പറയും. ഇപ്പൊ ഇവർ മുമ്പ് ജോലി ചെയ്തിരുന്ന ആൾക്കാരാണ്. സ്വാഭാവികമായിട്ട് അവർക്ക് ഈ സ്ഥലത്തിന്റെ പ്രത്യേകത അറിയാം. അപ്പൊ കിണർ എങ്ങനെയുള്ളത് അവർക്ക് അറിയായിരുന്നു. അപ്പൊ നമ്മൾ അവിടെ മുഴുവൻ മാന്തിയതിനു ശേഷം ഒരു സ്ഥലം പോലും ഇനി വിട്ടുപോകാൻ പാടില്ല. സംശയമുള്ള ഒരു സ്ഥലം ഇത് കഴിഞ്ഞാൽ പിന്നെ ആ സ്ഥലം നോക്കിയില്ല ഒരു പരാതി ഉണ്ടാവരുത്. അതുകൊണ്ട് മുഴുവൻ സ്ഥലം നമ്മൾ നോക്കും. ഓക്കെ. ഇനിയിപ്പോ മറ്റു സ്ഥലങ്ങളിൽ ഇതേപോലുള്ള പരിശോധന ആരെങ്കിലും വന്നിട്ട് ഇങ്ങനെ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടോ? ഇതുപോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് പല സ്ഥലങ്ങളിലും ആൾക്കാർ പറയുന്ന സ്ഥലത്തൊക്കെ ഈ സ്റ്റാച്ചി ഉപയോഗിച്ച് നമ്മൾ പിന്നെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. ഷിത ജഗത്തുണ്ട് സ്കൂൾ റോഡിൽ നിന്ന് തത്സമയം വിവരങ്ങൾ നൽകാൻ. ഷിത, അവിടെ ഈ കിണറിൽ ഉണ്ടായ തിരച്ചിലിൽ മൃതദേഹം കണ്ടെത്താൻ സാധിച്ചില്ല എന്നാണോ? എന്താണ് ഈ അധികൃതർ പറയുന്നത്? ഫർഷ, ഇവിടെ ഉണ്ടായിരുന്ന കിണറിലെ മണ്ണ് മുഴുവൻ മാന്തി പുറത്തിട്ടിട്ടുണ്ട്. മണ്ണ് മാന്തി യന്ത്രം ഉപയോഗിച്ച് പുറത്തേക്ക് എടുത്തിട്ടിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്ന് ഒന്നും കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നത്. കാരണം അടിഞ്ഞ മണ്ണ്, അതായത് കിണറാണ്, വലിയ തോതിൽ മണ്ണ് അടിഞ്ഞു കൂടിയിരുന്നു. ആ മണ്ണെല്ലാം തന്നെ ഇതുവരെ അടിഞ്ഞ മണ്ണെല്ലാം തന്നെ പുറത്തെടുത്തിട്ടിട്ടുണ്ട്. ഇപ്പോൾ പുതിയ മണ്ണ് കണ്ടെത്തിയതിനെ തുടർന്നാണ് അവർ തെരച്ചിൽ അവസാനിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഒരു സെയ്തലവി എന്ന് പറഞ്ഞ ആളാണ് ഇതിന്റെ കരാറുകാരനാണ്. അദ്ദേഹമാണ് ഇവിടെ ഉണ്ടായിരുന്ന കാര്യം പറയുന്നത്. ഇപ്പോൾ കിണറിൽ മുഴുവൻ തെരച്ചിൽ നടത്തി കാണാൻ പറ്റിയില്ല. ഇതുവരെ കാണാൻ പറ്റിയില്ല. കുറച്ചും കൂടി ചളിയെല്ലാം മോട്ടറും കാര്യങ്ങളൊക്കെ അതിലുണ്ട്. ഇപ്പൊ അത് എത്തുന്നില്ലല്ലോ പൈക്കത്. അത് പിന്നെ സംശയത്തിനാണ് ഇപ്പൊ നമ്മൾ നോക്കുന്നതൊക്കെ. ഉറപ്പിലല്ല. അവര് കണ്ട പിന്നെ ഇപ്പൊ രോഗിയായിട്ട് മനസ്സിലുണ്ടല്ലോ, അവരെ കണ്ട സംശയത്തിലാണ് ഇപ്പൊ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. 2 മക്കളുടെ കാര്യമാണ് അവർ പറയുന്നത്. മക്കളുടെ കാര്യമാണ് ഇപ്പൊ അവർ മുന്നിൽ കണ്ടതാണ് പറഞ്ഞത്. താന്നു പോകുന്നത് കണ്ടു പറഞ്ഞപ്പോ മണ്ണുക്ക് താന്നു പോകുന്നതാണ് കണ്ടത്. അപ്പൊ ഇവിടെ കിണറായതുകൊണ്ടുള്ള സംശയത്തിൽ നമ്മൾ നോക്കണം. മേലെ കിണറിന് മേലെ മൂടിയൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ ഇല്ലാത്ത കിണറായിരുന്നു. അപ്പൊ അതിലേക്ക് പോയിക്കുന്ന സംശയത്തിൽ നോക്കുന്നത്. ഇതൊക്കെ ശരിക്കും ഒരു വീടൊക്കെ നിന്നിരുന്ന സ്ഥലം കൂടിയാണ്. ആ വീട് നിന്ന് സ്ഥലം ഇവിടുന്ന് അങ്ങോട്ട് മൊത്തം വീടാണ്. ഇത് കിണറിന്റെ വീടിന്റെ ബാക്ക് ഭാഗമാണ്. ഇത് അവിടെയാണ് ഇപ്പൊ കിണറുണ്ടായിരുന്നത്, ആ മൂലയില്. അപ്പൊ ഈ മാന്തിയ സ്ഥലത്ത് തന്നെ ഈ കാണുന്ന രീതിയിൽ ആ ഭാഗം ഇവർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ജനകീയ തെരച്ചിൽ എന്ന് പറയുമ്പോൾ നാട്ടുകാർക്ക് ഉൾപ്പെടെ തെരച്ചിൽ വരാമെന്നുള്ളതായിരുന്നു ഇതിൽ ജനകീയ തെരച്ചിലൂടെ ഉദ്ദേശിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് സെയ്തലവി ഇങ്ങോട്ട് എത്തുകയും ഇവിടെ ഇവരെ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നുള്ള സംശയം. കുട്ടികളുടെ ഉമ്മയാണ്. അവർ പരിക്ക് പറ്റി ചികിത്സയിൽ കഴിയുകയാണ്. അവിടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണുള്ളത്. അവരാണ് പറഞ്ഞിരിക്കുന്നത് ഇത് നടന്ന സമയത്ത്, ഉരുൾപൊട്ടിയ സമയത്ത് കുട്ടികൾ ഓടുകയും താഴ്ന്നു പോകുന്നത് കാണുകയും ചെയ്തു എന്നുള്ളത്. അതായത് വീടിന്റെ മുൻവശത്തേക്ക് ഓടുമ്പോൾ താഴ്ന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ആൾമറയില്ലാത്ത കിണറാണത്രേ. ആ കിണറിലേക്ക് താഴ്ന്നു പോയിട്ടുണ്ടാകാം എന്നുള്ളൊരു സംശയം അവർ പ്രകടിപ്പിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് സെയ്തലവി ഇന്നിപ്പോൾ വന്നത്. ഇപ്പോൾ തെരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുകയാണ്. കാരണം കിണറിൽ നിന്ന് ഇനിയൊന്നും കണ്ടെത്താനില്ല. കിണർ ഇതുവരെയുള്ള എല്ലാ തെരച്ചിലും കിണറിൽ നിന്നൊന്നും കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. നേരത്തെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം കിണറിൽ നിന്നുള്ള പുതിയ മണ്ണ് കണ്ടപ്പോഴാണ് അവർ തെരച്ചിൽ നടത്തിയത്. പിന്നീട് വീണ്ടും ഇവിടെ ഉണ്ടായിരുന്നവർ ഒന്നുകൂടെ തെരച്ചിൽ നടത്തണമെന്ന് സംശയം പ്രകടിപ്പിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇവരുടെ സംശയം പൂർണ്ണമായും തീരുന്നത് വരെ തന്നെ പരിശോധന നടത്തുക എന്നുള്ളത് തന്നെയാണ് ഈ തെരച്ചിലൂടെ ഉദ്ദേശിക്കുന്നത്. ആളുകൾ എവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന് സംശയം പറയുന്നുവോ അവിടെയെല്ലാം തന്നെ തെരച്ചിൽ നടത്തുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് തെരച്ചിൽ നടത്തിയത്. ഇപ്പോൾ എന്തായാലും ഈ കിണറിൽ ആളില്ല എന്നുള്ള നിഗമനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇതുവരെ എടുത്തിരിക്കുന്ന മണ്ണെല്ലാം ഇട്ട് ഒരു കുഴി മൂടാൻ പോവുകയാണ്. കാരണം ഇപ്പോൾ ആളുകൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ രക്ഷാപ്രവർത്തകരൊക്കെ ഉപയോഗിക്കുന്ന ഒരു വഴിയാണിത്. ആ വഴിയിലാണ് കിണറുണ്ട് എന്ന് പറയുകയും ആ വഴിയിൽ നിന്നുള്ള മണ്ണെല്ലാം മാറ്റിയിട്ടാണ് ഇപ്പോൾ പരിശോധന നടത്തുകയും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കിണർ മൂടാനുള്ള ശ്രമമാണ്. ഇവിടെ നിന്ന് ആ കുട്ടികളെ കണ്ടെത്താനായിട്ടില്ല. ഫാരിഷ.
ഷിത, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് മുഖ്യമന്ത്രി പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് തിരയാൻ ഒരിടവും ബാക്കി ഉണ്ടാകരുത് എന്നുള്ള രീതിയിലാണ് ഈ ദൗത്യ സംഘങ്ങളടക്കം രക്ഷാദൗത്യം അല്ലെങ്കിൽ തിരച്ചിൽ മുണ്ടക്കൈയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഇതിപ്പോൾ ഈ ജനകീയ തിരച്ചിൽ കൂടിയാകുന്ന സമയത്ത് നമുക്ക് സമയപരിമിതിയുണ്ട്. അതായത് 11 മണിവരെ ഇന്നത്തെ തിരച്ചിൽ നടക്കുള്ളൂ. ഈ സ്കൂൾ റോഡിനെ സംബന്ധിച്ച് സ്കൂൾ റോഡിൽ മറ്റേതൊക്കെ ഭാഗങ്ങളിൽ തിരച്ചിൽ ഊർജിതമായിട്ട് നടക്കുന്നുണ്ട് ഷിത? ഭാഷ വെള്ളാറമല മുതൽ കുറച്ച് മുകളിലോട്ട് ഒരു എസ്റ്റേറ്റ് ഉണ്ട്. ആ എസ്റ്റേറ്റ് വരെയുള്ള റോഡിനെല്ലാം തന്നെ സ്കൂൾ റോഡ് എന്നാണ് പറയാറ്. ആ ഭാഗമാണ് നമ്മളിപ്പോൾ വേണമെങ്കിൽ ഒന്നുകൂടെ കാണിക്കാം. കാരണം ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ പുഴ എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടായിരുന്നില്ല. ഈ ഒഴുകുന്ന പുഴ ഇവിടെ ഉണ്ടായിരുന്നതല്ല. ഇത് അപ്പുറത്തായിരുന്നു, ഇതിനും അപ്പുറത്തായിരുന്നു പുഴയുണ്ടായിരുന്നത്. പുഴയ്ക്ക് ഇപ്പുറത്ത് ഒരു റോഡ് ഉണ്ടായിരുന്നു. ആ റോഡിന് ശേഷം ജനവാസ കേന്ദ്രങ്ങൾ, അതായത് നിരവധി വീടുകൾ ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്നതൊക്കെ ഒരു പക്ഷേ വീടിന് മുകളിലായിരിക്കാം എന്നുള്ളതാണ്. ഈ ഇപ്പോൾ തെരച്ചിൽ നടത്തിയിരിക്കുന്ന ഒരു കിണറാണ് എന്ന് പറഞ്ഞ് തൊട്ടപ്പുറത്ത് ഒരു ഷെഡ് ഉണ്ടായിരുന്നു. അങ്ങനെയാ നോക്കുമ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന എല്ലാം തന്നെ വീടുകൾക്ക് മുകളിലായിരിക്കും. ഇവിടെ അത്രയേറെ ആളുകൾ തിങ്ങി താമസിച്ചിരുന്ന ഒരു സ്ഥലം കൂടിയാണ്. എല്ലാ സ്ഥലങ്ങളിലും തെരച്ചിൽ നടത്തുക. അപ്പോൾ ഫാരിഷ സൂചിപ്പിച്ച പോലെ തന്നെ സാധ്യമായ എല്ലായിടത്തും തെരച്ചിൽ നടത്തുക. 131 പേരെയാണ് ഇനിയും കണ്ടെത്താനായിട്ടുള്ളത്. അവരെവിടെ പോയി എന്നുള്ള ഒരു വിവരവും തന്നെ ഇല്ല. അവരുടെ ബന്ധുക്കൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലുണ്ട്, ചിലർ പരിക്കുപറ്റി ആശുപത്രികളിൽ കഴിയുന്നുണ്ട്. അവരെ ഒന്നും തന്നെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. 131 പേരെ കണ്ടെത്താനുണ്ട് എന്നുള്ളതാണ് ഔദ്യോഗികമായിട്ട് ലഭിക്കുന്ന വിവരങ്ങൾ. ഇപ്പോൾ